സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനം. അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുമ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അതിനിടെയാണ് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിയുള്ള പുതിയ നീക്കം. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 3000-ഓളം ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. എന്നാൽ ഇത് ആരൊക്കെയെന്ന് ഇതുവരെയും വ്യക്തമല്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, പമ്പയിൽ വിപുലമായ നിലയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ ഒരൊറ്റ ഹൈന്ദവ സംഘടനകളെ പോലും ക്ഷണിക്കേണ്ട എന്നാണ് ഇവരുടെ തീരുമാനം. പക്ഷേ ഈ സമ്മേളനത്തിന് അനുമോദനം അർപ്പിച്ചുകൊണ്ട് ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഈ 3000-ഓളം അയ്യപ്പ ഭക്തരെ എവിടെ നിന്നാണ് സർക്കാർ എത്തിക്കുക? വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അരുൺ കൊടുങ്ങൂർ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. 3000 അയ്യപ്പ ഭക്തരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ആഗോള തലത്തിൽ കൃത്യമായി തന്നെ ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ള ഹൈന്ദവ സംഘടനകളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. പക്ഷേ ഇതിന് പിന്നിലുള്ള ഇരട്ടത്താപ്പ് അത് കൃത്യമായി തന്നെ തുറന്ന് കാട്ടിക്കൊണ്ടാണ് ഈ ഹൈന്ദവ സംഘടനകൾ ഓരോന്നായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ ശബരിമലയുടെ പവിത്രത സംബന്ധിച്ച സർക്കാരിൻ്റെ നയങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ആചാരങ്ങൾ ഏത് വിധേയനെയും അട്ടിമറിക്കാനുള്ള അതിതീവ്രമായുള്ള ഒരു ശ്രമമായിരുന്നു 2018-ലൊക്കെ തന്നെ സർക്കാർ സ്വീകരിച്ചത്. ആ നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം. അതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അനുകൂലമായ ഒരു തീരുമാനമാണ് അവർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അതിന് സമാനമാണ് ദേവസ്വം ബോർഡിൻ്റെയും നിലപാട്. അങ്ങനെയുള്ള ഒരു സർക്കാർ തന്നെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. ഇതിലെ കാര്യങ്ങളാണ് പ്രധാനമായും അവർ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ അന്ന് വലിയ സമരങ്ങൾ, അത് കേരളത്തിലുടനീളം കേരളത്തിന് വെളിയിലുമെല്ലാം തന്നെ വലിയ സമരങ്ങൾ നടന്നു. കേരളത്തിൽ നാമം ജപിച്ചുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പവിത്രമായ ഏറ്റവും വിശിഷ്ടമായ ആചാരങ്ങൾ സംരക്ഷിക്കാനായി തെരുവിലിറങ്ങി നാമം ജപിച്ച ഭക്തർക്കെതിരെ വലിയ കേസുകളൊക്കെ തന്നെ എടുത്തിരുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകളൊക്കെ തന്നെ എടുക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കേസ് പിൻവലിക്കുമെന്ന് ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം തന്നെ സർക്കാരിനോടും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ഈ കേസ് പിൻവലിക്കുമെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള നാമം ജപിച്ചതിൻ്റെ പേരിലുള്ള കേസുകളും തന്നെ സെപ്റ്റംബർ 20-ന് പമ്പയിൽ വലിയ നിലയിൽ അയ്യപ്പ ഭക്ത സമ്മേളനം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. പക്ഷേ ഹൈന്ദവ സംഘടനകളെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ല. എങ്കിലും 3000-ഓളം അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിക്കും എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.